സുഹൃത്തുക്കളെ, വള്ളുവനാടനാണ് പ്രമോദ് പെരുന്നവണ്ണ. ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം ഗൾഫുകാരുടെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട. ഈ ഗൾഫ് എന്ന് പറഞ്ഞാൽ വലിയ കോടീശ്വരന്മാരെ നാടാണ് എന്നുള്ളൊരു ധാരണ പൊതുവെ കേരളക്കാർക്കുണ്ട്. അതിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുമുണ്ട്, പൈസ ഇല്ലാത്ത സ്ഥിരമായിട്ട് കൂലിപ്പണിക്ക് പോണ, കേരളത്തിലൊക്കെ കൂലിപ്പണിക്ക് പോണ അതേപോലെ കൂലിപ്പണി എടുക്കുന്ന തൊഴിലാളികളും ഗൾഫിലുണ്ട്. 8-10 ആളുകൾ ഒരു 12 റൂമിൽ താമസിക്കണവരും, ഒരു ബാത്റൂം, ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യണവരും, ഒരടുക്കള യൂസ് ചെയ്യണ ആളുകളുമാണ് പൊതുവെ മലയാളികൾ. അത്രേ ഉള്ളൂ. പാവങ്ങളാണ്, കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടും ആ വേർപ്പും ആ ചൂടും ആ പുകയെന്നുമാണ് ഒരു 10 ഉറുപ്പ്യ ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് അയക്കണത്. ഞാൻ പഴയൊരു പ്രവാസിയാണ്, അതുകൊണ്ട് തന്നെ ഇത് പറയാനും കാരണം. കഷ്ടപ്പാട് നമ്മളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്, നല്ല രീതിയിലും ജീവിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടും ജീവിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം ഇന്ന് പറയാൻ പോണത് എല്ലാ ഗൾഫുകാർക്കും വേണ്ടിയിട്ടാണ്. ഗൾഫുകാർക്ക് മാത്രമല്ല, അമേരിക്ക, UK, ബ്രിട്ടൻ, ഫ്രാൻസ്, എവിടുന്ന്, ജർമ്മനി, എവിടുന്ന് പൈസ അയക്കണ ആളുകളായാലും ഗൾഫുകാരാണെങ്കിലും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടുകാരനുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ കൂട്ടുകാരൻ്റെ പേര് രാജേഷ് എന്നാണ്. പേര് ഞാൻ മാറ്റി പറയുകയാണ്, രാജേഷ് എന്നാണ്. രാജേഷ് ഭാര്യ മിനി രാജേഷിന് പൈസ അയക്കുകയാണ്. അപ്പോൾ രാജേഷിന് ജോലി തിരക്കും കാര്യങ്ങളുമായിട്ട് ഒഴിവില്ലാത്തത് കൊണ്ട് ഡ്രൈവർ, അയാളുടെ ഒപ്പം ജോലി ചെയ്യണ ഒരു ഡ്രൈവർ ബർദുബായിൽ പോകുമ്പോൾ ആ ബർദുബായിൽ പൈസ വെറും 5000 രൂപയാണ് കേട്ടോ. വെറും 5000 ഇന്ത്യൻ മണി, അതിന് 235 രൂപ 48 പൈസ അൽ അൻസാരി എക്സ്ചേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. ഈ അൽ അൻസാരി എക്സ്ചേഞ്ചിൽ നിന്ന് ആ പൈസ വിഡ്രോ ചെയ്യണത് കുന്നംകുളം മുത്തൂറ്റിൽ നിന്നാണ്. അത് സാധാരണ ഗൾഫുകാരൊക്കെ അൽ അൻസാരി എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ UAE എക്സ്ചേഞ്ചോ ഒക്കെയാണ് മണി അയക്കാറ്, അല്ലെങ്കിൽ വെസ്റ്റേൺ യൂണിയനിലോ ഒക്കെയാണ് അയക്കുക. അപ്പോൾ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് രാജേഷിൻ്റെ ഭാര്യ മിനി ഒരു ആസ്പത്രി കേസ് എന്ന് വെച്ചോ, അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ടാവൂല ഒരു 5000 രൂപ നാട്ടിലേക്ക് വേണ്ടി വരിക. അപ്പോൾ ഒരു ആസ്പത്രി കേസിന് വേണ്ടിയിട്ട് ആ പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തൂറ്റ് ഫിനാൻസിൽ കുന്നംകുളം പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥ ലേഡി പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് പൈസ അയച്ചത് മുഹമ്മദ് എന്ന മുസ്ലിം, നിങ്ങളുടെ പേര് മിനി എന്ന ഹിന്ദു, നിങ്ങൾക്ക് പൈസ തരാൻ കഴിയില്ല. അങ്ങനെ ആ പൈസ കൊടുക്കാതെ വെറും 5000 രൂപയാണ് മടക്കി അയക്കുകയാണ്. എന്തിനാണ് നമ്മൾ ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെടുന്നത്? ഞാൻ ചോദിക്കണത്, നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഷ്ടപ്പെട്ട് ആണ് ഈ കേരളം പടുത്തുയർത്തിയത്. ഗൾഫിലൊക്കെ പോയി പ്രവാസികളുടെ പൈസ കൊണ്ട് പടുത്തുയർത്തിയത് തന്നെയാണ് കേരളം, അല്ലാതെ പരശുരാമൻ മഴുവറിഞ്ഞിട്ടൊന്നും ഉണ്ടായതൊന്നുമല്ല. ആ പടുത്തുയർത്തിയ കേരളത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇത്രയും വർഗീയതയും മതവിദ്വേഷം ഉണ്ടായത്. അതായത് 2000 മുതൽ ഞങ്ങളൊക്കെ പഠിക്കണ സമയത്ത്, ഞാനൊക്കെ കോളേജിൽ പഠിക്കണ സമയത്ത്, അത് കഴിഞ്ഞിട്ടും ഒരു 2000 വരെ തന്നെ ഞാൻ പറയാം, ജാതി എന്ന് പറയണ ഒരു ഭാഷ, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ തീയരാണ്, നായരാണ്, നമ്പൂരിയാണ് എന്ന് പറയണ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. മുജാഹിദാണ്, സുന്നിയാണ്, ആ സംസാരം ഉണ്ടായിട്ടില്ല.
ഇതൊക്കെ എവിടുന്നാണ് വന്നത്? അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഇന്ന് ആ പെൺകുട്ടിക്കുണ്ടായത്. 20-ാം തീയതിയാണ് ഈ പൈസ അയക്കണത്. 20/4/2025 പൈസ അയച്ചു. ആ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് രാജേഷ് മുഹമ്മദ് വാശം അൽ അൻസാരി എക്സ്ചേഞ്ചിൽ കൊടുത്ത 235 ദിർഹം 5000 കൺവേർട്ട് ചെയ്തിട്ട് 5000 രൂപ വെച്ചിട്ട് കുന്നംകുളം മുത്തൂറ്റിൽ വാങ്ങാൻ മിനി ഒരു ഓട്ടോറിക്ഷയും പിടിച്ച് ചെന്ന് ആസ്പത്രി പോകാൻ വേണ്ടി ആ പൈസയ്ക്ക് എന്നപ്പോൾ അത് കൊടുക്കില്ല. മുഹമ്മദ് അയച്ച പൈസയ്ക്ക് മിനിക്ക് അർഹതയില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ വേറൊരു ഹിന്ദു പൈസ അയച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ തരാൻ പാടൂ എന്ന് പറഞ്ഞ് മുത്തൂറ്റിലെ ഉദ്യോഗസ്ഥ മടക്കി അയക്കുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി. അതിന് ഇങ്ങനത്തെ ഒരു സർക്കുലർ, ഈ മണി ട്രാൻസ്ഫറും കാര്യങ്ങളും വിദേശ നാണയം ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആ കേന്ദ്രം അല്ലെങ്കിൽ RBI ഇത്തരത്തിലൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിന് വിധേയമാക്കണം. ഇക്കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെടണം. ഗൾഫുകാരന് നാളെ ഉണ്ടാവും. നാളെ നിങ്ങൾ ഗൾഫുകാരൻ വേണ്ടത് സക്കീർ പോയിട്ട് ബാങ്ക് പോയി അവിടെ അൽ അൻസാരിയിലോ അല്ലെങ്കിൽ UAE എക്സ്ചേഞ്ചിലോ ബർദബായിലോ അല്ലെങ്കിൽ കരാമയിലൊക്കെ പോയിട്ട് പൈസ അയക്കുമ്പോൾ, വെസ്റ്റേൺ യൂണിയനിലൊക്കെ അയക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക, ഞാൻ അയക്കണത് അവിടെ ഒന്നുമില്ലെങ്കിൽ മിനിയോ അല്ലെങ്കിൽ രാജശ്രീയോ അല്ലെങ്കിൽ കാവ്യമാധവനോ ആണ് എടുക്കണത്, അപ്പോൾ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ അയക്കാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ പേര് മുസ്ലിമിനെ തന്നെ വിട്ടാൽ മതിയല്ലോ. മുസ്ലിം ടു മുസ്ലിം, ഹിന്ദു ടു ഹിന്ദു അയച്ചാൽ മതിയല്ലോ. അങ്ങനെ ഒന്ന് ചോദിച്ചിട്ട് മതി ഇനി പൈസ അയക്കലിട്ടോ ഗൾഫുകാർ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണം. എനിക്ക് വെള്ളുവനാടൻ ചാനലൊക്കെ തുടങ്ങിയതാണല്ലോ. അപ്പോൾ നമ്മൾ നേരിൻ്റെ വഴിയിലാണ്. നമുക്ക് മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല. ഉറപ്പായിട്ടും അതിലൊന്നും വിശ്വാസമില്ല, വിശ്വസിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് എതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വെള്ളുവനാടെന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയത്. പ്രമോദ് പെരിന്തൽമണ്ണയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണതിനനുസരിച്ച് നല്ല നല്ല വീഡിയോയിൽ, ഇത്തരം വീഡിയോകളിൽ അത് നമ്മളെ ജീവൻ പോയാലും നമ്മൾ പ്രതികരിക്കും. അത്തരം ചാനലാണ്. അതിന് സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലാതെ നമ്മൾ തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു വീഡിയോ ഇട്ടിട്ടോ ആളെ കൂട്ടാനുള്ള പരിപാടിയില്ല. ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഗൾഫുകാരുടെ ഈ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കണം. ഗൾഫിൽ ഇതൊരു ചർച്ചയ്ക്ക് മാറ്റണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ അവരിട്ട റെസീറ്റ് ഇതിനൊപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ അവരത് നോർക്കായിട്ട് ബന്ധപ്പെട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. അവർക്ക് ഞാനതൊരു വീഡിയോ ഇടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് അയച്ചു തന്നത്. ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തന്നോളൂ. നമ്മൾ ഇടപെട്ടിരിക്കും. തല പോയാലും ഇടപെട്ടിരിക്കും. ഒരു തർക്കമില്ല. ഇതും അവർക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു നോർക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള നടപടികൾ വരട്ടെ. എന്തായാലും കുന്നംകുളം മുത്തൂറ്റിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളായാലും അവിടുത്തെ ഗൾഫുകാരായാലും പ്രവാസി സംഘമാണെങ്കിലും അവിടെ പോയിട്ട് ഇടപെടണം. എന്താണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? നിങ്ങൾ മുസ്ലിം അയച്ച പൈസ ഹിന്ദുക്കൾക്ക് കൊടുക്കില്ലേ, അല്ലെങ്കിൽ ഹിന്ദു അയച്ച പൈസ മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ലേ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചിരിക്കണം. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തുടക്കക്കാരനാണ്, അതിൻ്റെ കുറച്ച് പ്രയാസങ്ങളുണ്ട്. ശരിയായി വരും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ട് നിർത്തുന്നു.